പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് പറഞ്ഞായിരുന്നു ഈ കുഞ്ഞിനെ എനിക്കിങ്ങനെ കിട്ടി. ഞാനത് എടുത്ത് വേണ്ട വീട്ടിൽ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചേക്കും. ഒരു ചാക്കൊക്കെ ഇട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമൊക്കെ വെച്ച് വായിക്കകത്ത് ഇച്ചിരി ആഹാരമൊക്കെ വെച്ച് ഇച്ചിരി ആഹാരമൊക്കെ ഇറക്കി പിന്നെ അങ്ങോട്ട് കഴിക്കുന്നില്ല. ഇങ്ങനെ ഒരു തല ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങി കിടക്കുക. എണ്ണിക്കാൻ അത് നോക്കുന്നുണ്ട്, പക്ഷേ അത് ഇങ്ങനെ കുത്തിയിരിക്കുമ്പം മറിഞ്ഞ് വീഴുക. എത്ര തലേദിവസം വരെ എത്ര ആക്റ്റീവായിട്ട് നടന്നത്, എന്തു പറ്റിയതാ, ആക്സിഡൻറ്റ് പറ്റിയതാണ് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മുറിവോ വേദനയോ എന്തെങ്കിലും കാണണ്ടേ. ഇതെൻ്റെ ശരീരത്തിൽ അങ്ങനത്തെ ഒരു പാടുകളും ഇല്ല. ഈ സ്ട്രോക്കാണോ, ഈ സ്ട്രോക്ക് ആയാലും ഇങ്ങനെയൊന്നും വരത്തില്ല. ഇനി വല്ല പോളിയോ ആണോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ അവൻ എടുത്തുകൊണ്ട് വെച്ചു. എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മുടെ വീടിൻ്റെ അവിടെ നല്ല ഹോസ്പിറ്റലൊന്നുമില്ല, ഫാമിൻ്റെ അവിടെയാണ് നല്ല ഹോസ്പിറ്റലൊക്കെ നമുക്ക് പരിചയമുള്ളത്. അപ്പോൾ ഡോക്ടറോട് വിളിച്ച് ചോദിച്ചാൽ പറഞ്ഞ് വൈകിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ നമുക്ക് വീട്ടിൽ നിന്ന് വൈകിട്ടായപ്പോൾ നമ്മൾ അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡിസ്റ്റംബർ ആയിരിക്കുമെന്ന്. അപ്പോൾ എന്നിട്ട് ട്രിപ്പ് ഇടാമെന്ന് പറഞ്ഞു. പക്ഷേ ഡിസ്റ്റംബർ അല്ലെന്ന് എനിക്കറിയാം. നമ്മുടെ വീട്ടിൽ നേരത്തെ ഡിസ്റ്റംബറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഡോഗ്സിനൊക്കെ. അതുകൊണ്ട് അവരുടെ സിംറ്റമൊന്നും അല്ല ഇത് കാണിക്കുന്നത്. ഇവൾ ആഹാരത്തിനോട് കഴിക്കാൻ ആഗ്രഹമുണ്ട്, വൊമിറ്റിംഗ് ഒന്നുമില്ല, ലൂസ് മോഷനൊന്നുമില്ല. ഞങ്ങളങ്ങനെ 3 ദിവസം ട്രിപ്പ് ഇട്ട്. പക്ഷേ അന്നേരം ഞാൻ ഡോക്ടറോട് വന്ന് ഡോക്ടറെ ഫുഡ് കഴിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ട്രിപ്പ് ഇടണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ മരുന്നൊക്കെ മേടിച്ച് പിന്നെ എക്സ്റേ എടുക്കാമെന്ന് പറഞ്ഞ്. സ്കാൻ ചെയ്യാൻ പറ്റത്തില്ല, ഇത് 3.5 കിലോയേ ഉള്ളൂ. അപ്പോൾ എക്സ്റേ എടുത്ത് നോക്കാം. അങ്ങനെ ഞങ്ങൾ എക്സ്റേ എടുക്കാൻ കൊണ്ടുപോയി. എക്സ്റേ ഒക്കെ എടുത്ത് അതിനകത്തങ്ങ് ഒരു കുഴപ്പമില്ല. ഇത് കാൽസ്യം ഇതാണ്. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അതിനകത്തും ഒരു കുഴപ്പമില്ല. എന്താണെന്നറിയത്തില്ല. ഞാൻ ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ഡോക്ടറോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ വീൽ ചെയർ ഞാനിങ്ങനെ യൂട്യൂബിനകത്തോ അങ്ങനെ ഫേസ്ബുക്കിനകത്തോ എങ്ങോട്ടൊക്കെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഇതുങ്ങളൊക്കെ വീൽ ചെയറിലൊക്കെ ഇരുന്ന് നടക്കുന്നതും എഴഞ്ഞുമൊക്കെ പോകുന്നതിനെയൊക്കെ. അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ എനിക്കൊരു നമ്പർ തന്നു, പൂനെയിലുള്ളവർ. അവരോട് ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ മെഷർമെൻറ്റൊക്കെ എടുത്ത് കൊടുത്താൽ മതി, നമ്മളുണ്ടാക്കി തരും. 6000 രൂപയാ. പിന്നെ ഏത് സ്ഥലമാണെന്ന് ചോദിച്ചപ്പോൾ ഇന്ന സ്ഥലമാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ വരെ വരുന്നതിന് 1100 കൊറിയർ ചാർജ് വേണം, അല്ലെങ്കിൽ ബസ്സിൽ വരും, അവിടെ നമ്മൾ ചെന്ന് വാങ്ങിക്കണമെന്ന് പറഞ്ഞു. അപ്പം ബസ്സിൽ വരുന്ന സ്ഥലം ഒരുപാട് ദൂരെയാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞു എന്നാൽ കൊരിയറിൽ അയച്ചാൽ മതി എന്ന് പറഞ്ഞു. അതും കൊരിയർ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ പോകണമായിരുന്നു. അവിടെ പോയി ഇത് വന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെയും, കാരണം ഇത് യൂറിൻ പോവുകയും എപ്പോഴും തിരിച്ചു മറിച്ചും കിടത്താനൊന്നും അവനും വേറെ ജോലി ഉണ്ടല്ലോ കെയർ ടേക്കർക്ക്. അപ്പം എനിക്കൊരു പേടിയുണ്ട്, അവൾക്ക് മേല് പൊട്ടുമോ എന്നൊക്കെ ഉള്ള ഒരു പേടിയുണ്ട്. നമ്മൾ ഇങ്ങനെ കിടന്ന് അവളെ തിരിച്ച് കിടത്തണം. അങ്ങനെ പെട്ടെന്നത് അവിടെ പോയി മേടിച്ച് ഞങ്ങൾ അവിടെ ഫാമിൽ ചെന്നിട്ട് ഇതേണ്ട അത് പൊട്ടിക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് വെൽഡർമാരും നമുക്ക് പ്ലംബർമാരും ഒക്കെ നമ്മുടെ കമ്പനിയിലുണ്ട്, പക്ഷെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ അതിനുള്ള സമയമില്ലായിരുന്നു. അതുകൊണ്ട് ദാണ്ട അവളെ വെച്ചു. ഇതിലോട്ട് വെച്ചപ്പോൾ ഉള്ളൊരു സന്തോഷം കാണണമായിരുന്നു കേട്ടോ. അവൾ വിചാരിക്കുന്നത് അവൾ സ്വന്തമായിട്ട് നടക്കുക എന്നൊക്കെയുള്ള ഒരു എന്തോന്നാന്ന് നോക്കിയേ. നമുക്ക് കണ്ടു നിന്ന് എല്ലാവർക്കും ഭയങ്കരമായിട്ടൊരു സന്തോഷം തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താണെന്നറിയാമോ, ഞാനൊരു ആക്റ്റീവെന്നും പറഞ്ഞ് വീണിട്ട് ലിഗമെൻറ്റ് ഇഞ്ചുറി ആയിട്ട് ഞാനൊരു 6 മാസം ബെഡിൽ കിടന്ന് ഓടിച്ചാടി നടന്ന ഞാൻ ഈ 6 മാസം എൻ്റെ ദൈവമേ എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ടായിരുന്നെന്നറിയാമോ. അതുപോലെ ആയിരിക്കത്തില്ല ഈ കുഞ്ഞു ഓടിച്ചാടി അവിടെ സ്വാതന്ത്ര്യത്തിൽ നടന്നവൾ പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ കിടക്കുമ്പം അവർക്കും പറ്റില്ല, ഒരു ഹൃദയവും മനസ്സും ഒക്കെ ഉണ്ടാകുമായിരിക്കും, സങ്കടം ഉണ്ടാകുമായിരിക്കാം. അവൾക്ക് അന്നിന് ശേഷത്തെ ഈ നിമിഷം വരെ അവൾക്ക് ഒരു സന്തോഷമില്ല. പക്ഷേ ഈ വീൽ ചെയറിലിരിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് കേട്ടോ. അവൾ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ഈ വീൽ ചെയറെ ഞാനിവിടെ എടുത്ത് വെക്കും, അത് കഴിയുമ്പോൾ അവൾക്ക് ഇറങ്ങണമെന്നുണ്ടാകുമ്പം അവൾ എന്നോട് പറയും, എന്നെ ശബ്ദം ഉണ്ടാക്കിക്കും എനിക്ക് ഇറങ്ങണമെന്ന്. അഥവാ കിടന്ന് ഒരുപാട് നേരമായി കഴിയുമ്പം എനിക്ക് വീൽ ചെയറെ കയറണമെന്ന് അവൾ എന്നോട് പറയാറുണ്ടെന്ന് വെച്ചാൽ അവൾ കരയും കേട്ടോ. ഞാനാണെങ്കിൽ വീട്ടിൽ ഫാമിൽ വെക്കാമെന്ന് കരുതിയതാണ്. പക്ഷേ എൻ്റെ കെയർ ടേക്കറിൻ്റെ ഒരു കൊച്ചനുണ്ട്, ഭയങ്കര തുന്ത്രിയാണ്. അവിടെ എൻ്റെ ഒരുപാട് സാധനങ്ങൾ നശിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിടം തൊട്ട് അതേ പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്യുന്നു, കൊച്ചതേലിരിക്കുമല്ലേ വലിക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടപ്പം എനിക്കെന്തോ ഒരു അപാകത തോന്നിയിട്ട് ഞാൻ ഇങ്ങ് വീട്ടിൽ കൊണ്ടുവന്നു കേട്ടോ. ഇന്ന് വരെ ഞാൻ ഈ ഡോഗ്സിൻ്റെ പുറകിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഞാൻ എൻ്റെ വീടിനകത്തൊരു ഡോഗ്സിനെയും വെച്ചിട്ടില്ല. എന്നിട്ട് പിന്നെ ഞാൻ ഡിമാർട്ടിൽ പോയി വലിയൊരു ഷീറ്റ്
ഷീറ്റൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് വീടിൻ്റെ ഒരു മുറിക്കകത്ത് കുറേ എനിക്ക് ഈ മണ്ടയ്ക്കോട്ട് കയറാൻ വയ്യ, എനിക്ക് ലിഗമെൻറ്റിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞാൻ ഡ്രസ്സയിൽ പോയി തുണിയൊന്നും വിരിക്കത്തില്ല. അപ്പം നമ്മുടെ ആ മുറിക്കകത്താണ് വിരിക്കുന്ന കുറേ സ്ഥലമുണ്ട്. അപ്പം ഞാൻ അവിടെ എല്ലാം വൃത്തിയാക്കി ഷീറ്റൊക്കെ ഇട്ട് ഫാനും അവിടെ ഒരു സോഫയൊക്കെ കിടപ്പുണ്ട്, അവളെ അവിടെ ഇട്ടിട്ട് ഞാനും അവിടെ മാറി അടുത്ത് കിടക്കും. എന്ന് വെച്ചാൽ ഇവിടെ ഒരു സോഫയുണ്ട്, അതേ മാറി ഞാനും കിടക്കും. അവളോട് വർത്താനം പറയാം, അവൾക്കൊരു അടുപ്പം ഉണ്ടാവുമല്ലോ. പിന്നെ രാത്രി ആകുമ്പം ഞാൻ ഉറങ്ങാൻ കയറുമ്പം ഞാൻ ഫുള്ള് അങ്ങ് AC ഇടും. അപ്പോൾ ഭയങ്കര തണുപ്പായിരിക്കുമല്ലോ. അപ്പം ഞാൻ എൻ്റെ ഡോറ് തുറന്ന് വെച്ചിട്ട് ആ ഡോറിൻ്റെ അവിടെ കൊണ്ട് വെക്കും അപ്പം രാത്രിയാകുമ്പോൾ പിന്നെ കരയോ വല്ലതും ചെയ്യുവാണെങ്കിൽ പിന്നെ അവിടെ നിന്ന് എടുത്ത് പിന്നെ ഈ മുറി കൊണ്ടുവന്ന് വെക്കും. ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട്. ഇപ്പം ദേണ്ട് ഇങ്ങനെ ആണ്, എന്തോ ചെയ്യുമോയെന്ന് എനിക്കറിയത്തില്ല. നമുക്കിപ്പം ഇങ്ങനെയൊക്കെ നോക്കാൻ പറ്റും. പക്ഷേ ഇത് ഞാൻ അടുത്ത മാസം എനിക്ക് അച്ഛൻ്റെ ആണ്ടാണ്, നാട്ടിൽ പോകണം. അപ്പോൾ കെയർ ടേക്കർ എന്ന് പറഞ്ഞാൽ അവർ നോക്കുമെന്ന് പറഞ്ഞാലും നമ്മൾ നോക്കുന്ന പോലൊന്നും അത്ര ഇതായിട്ട് നോക്കത്തില്ല. പക്ഷേ എൻ്റെ കെയർ ടേക്കർ നല്ല ആളാണ്. പക്ഷേ എന്നാലും അവന് വേറെ പണികളൊക്കെ ഇല്ലയോ. അപ്പം നമ്മുടെ വീട്ടിൽ വേറെ തടിമാടന്മാരും ഒക്കെ ഉണ്ടല്ലോ, ഒരുപാട് ജോലിയുണ്ട്. ചെടിക്ക് വെള്ളം ഒഴിക്കണം, തൂത്തുവാരണം. പക്ഷേ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഇത് ഒരു 2 കാലെങ്കിലും ഒന്ന് അനക്കിയിട്ട് ഏന്തി വലിഞ്ഞെങ്കിലും ഒന്ന് നടന്നാൽ മതിയായിരുന്നു. പിന്നെ ആണെങ്കിൽ ഇതാണെങ്കിൽ കഴുത്ത് ഇങ്ങനെ തൂങ്ങിക്കിടക്കും. ഇപ്പം ഞാൻ ഈ വീൽ ചെയർ വെച്ചിട്ടാണ് ഫുഡൊക്കെ ഇങ്ങനെ കൊടുക്കുന്നത്. എന്തോ ചെയ്യുമെന്നറിയത്തില്ല. യൂറിൻ പോകാൻ നേരത്തൊക്കെ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ വേദനയല്ല, അവൾക്കത് സ്വന്തമായിട്ട് ഇങ്ങനെ വെളിയിൽ പോയി ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഓരോ വട്ടം ഇങ്ങനെ രാവിലെ എണീക്കുമ്പോൾ എന്നും നമ്മൾ അരഭാഗം കഴുകി തുടച്ചെടുക്കും. കാരണം രാത്രി ഷീറ്റിലല്ലേ ഇടാവും യൂറിൻ പറ്റുന്നതിന്. ഇങ്ങനെ തിരിച്ചും മറിച്ചുമൊക്കെ കിടക്കുന്നതുകൊണ്ട് പൊട്ടുന്നൊന്നുമില്ല. എന്തു ചെയ്യുമെന്നറിയത്തില്ല. എടുത്തുകൊണ്ട് വന്നു പോയി നോക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. ഞാനാണെങ്കിലുണ്ടല്ലോ, എൻ്റെ ചെറുപ്പത്തിൽ ഒക്കെ ഉണ്ടോ, ഈ ലോകത്ത് അങ്ങനെ ഒരു സാധനം ഉണ്ടോ എന്നൊക്കെ ഞാൻ കണ്ടിട്ടില്ല. കാരണം നമ്മുടെ ആ ചെറിയ പരുവത്തിലേ ഞാൻ ഇതിനെപ്പറ്റി ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ഡോഗിന് ഇഷ്ടമില്ല എന്നൊക്കെ പറയുന്നവരോട് നമുക്ക് ഒന്നും തോന്നത്തില്ല. കാരണം ഞാനും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നേ. കാരണം ഞാനും കണ്ടിട്ടില്ല ഈ ലോകത്ത് ഡോഗുണ്ടോ, ഇല്ലെന്നല്ല പറയുന്നത്, ഞാനിതൊന്നും കണ്ടിട്ടില്ല. നമ്മുടെ ഒരു ലോകത്തായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് അവരുടെ വേദനയും സങ്കടവും സന്തോഷവും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുമ്പം അത് ഇവരുടെ ഒരു സ്നേഹം ഒരു വട്ടം നമുക്ക് മനസ്സിലാകണം. ആയാലേ നമുക്ക് ഇതിനകത്തോട്ട് വരാൻ പറ്റത്തുള്ളൂ. ശരിയല്ലേ? കാരണം അത് അറിയാൻ വയ്യാത്തവർക്ക് പട്ടിയോ വൃത്തികേടല്ലേ, കൊള്ളത്തില്ല, കടിക്കും, അങ്ങനെയൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. ഞാനിത് ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ, ഞാനൊരു ദിവസം ഇപ്പോൾ എത്ര വട്ടം കുളിക്കുകയൊക്കെ ചെയ്യുമെന്നറിയാമോ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഞാനാണെങ്കിൽ രാവിലെ ഫുഡ് കൊടുക്കാൻ പോകുമ്പം ബാത്റൂമിൽ ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടാണ് പോകുന്നത്. തിരിച്ച് വന്ന ഉടനെ കുളിക്കും. കാരണം എന്താണെന്നറിയാം, നമ്മൾ നിമിത്തം ഇനി ഇവർക്ക് ഒരു പേരുദോഷം ഉണ്ടാകരുത്. കാരണം ഇവർ നമ്മുടെ മേത്ത് ചാടിക്കയറി ഓടുവരികയൊക്കെ ചെയ്യുക. അപ്പം നഖം കൊള്ളും, എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ആയാലും നാളെ ഒരു കാലത്ത് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ആൾക്കാർ ഇതുങ്ങളുടെ പുറത്തോട്ടായിരിക്കും പേരിടുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ നമ്മൾ ഹൈജീനിക്കായിരിക്കുക, അവർക്ക് ഇഞ്ചക്ഷൻ എടുക്കുക, നമ്മൾ എപ്പോഴും നല്ല വൃത്തിയായിട്ട് അതുങ്ങളെ സൂക്ഷിക്കുക. ഞാനതുകൊണ്ടാണ് കൂടുതലും അവർക്ക് വെളിയിൽ നല്ല നല്ല കൂടുകൾ ഉണ്ടാക്കി കൊടുക്കുക. നമ്മൾ വീടിനകത്ത് അതുങ്ങളെ വെക്കാതിരിക്കുക നോക്കാറുണ്ട്. കാരണം നമ്മൾ എപ്പോൾ കൂടിനകത്ത് പോയാലും അത് അവരുടെ കൂടെ നിന്നാലും പോയിട്ട് വന്നാൽ ഉടനെ കുളിച്ച് വൃത്തിയായിട്ട് ഞാൻ കിച്ചണിനകത്ത് കയറാറുള്ളൂ. പക്ഷേ ഇതിപ്പോൾ അങ്ങനെ പറ്റത്തില്ല. കാരണം ഞാനിപ്പോൾ ഈ മുറിക്കകത്ത് കൊണ്ടുവന്ന് വെച്ച് ഞാൻ ഈ ഷീറ്റ് ഇങ്ങനെ ഇട്ടേക്കും, അതിൻ്റെ പുറത്ത് വീൽ ചെയർ വെക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ യൂറിനോ വല്ലതും പോയാൽ നമുക്ക് ആ തുണി എടുത്ത് മാറ്റി ഷീറ്റ് എടുത്ത് കഴുകിയാൽ മതിയല്ലോ. പിന്നെ ഈ വണ്ടിയും കഴുകാൻ പറ്റുന്നതാണ് കേട്ടോ. ഇപ്പം ഞാൻ ഇപ്പുറത്തൊരു സോഫയുണ്ട് കേട്ടോ, ഞാനും ഇവിടെ കൂടാണ്. കാരണം ഞാനിങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പം എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ അവളല്ലേ എപ്പോഴും അങ്ങ് ഉറങ്ങും. ഇതിലും കിടന്ന് അവളങ്ങ് ഉറങ്ങും കേട്ടോ, താഴെയും കിടന്നുറങ്ങും, ഇവിടെയും കിടന്നുറങ്ങും. ഇപ്പോഴത്തേ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മോഷനൊക്കെ ചെയ്തായിരുന്നു. അപ്പം ഞാനെല്ലാം കൊണ്ടുപോയി കഴുകി എല്ലാം വൃത്തിയാക്കിയിട്ട് കൊണ്ടുവന്ന് കിടത്തിയേക്കും. അതെ, ഭയങ്കര ഉറക്കമാണ് കേട്ടോ. ഫാനൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് ഭയങ്കര ഉറക്കമാണ്. എൻ്റെ സംസാരം കേൾക്കുമ്പോൾ ചെവി എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. ഇതാണ്